കുടുംബശ്രീ അരങ്ങ് സർഗോത്സവത്തിന് പ്രൗഢഗംഭീര സമാപനം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്. 3 ദിവസങ്ങളിലായി പിലിക്കോട് നടന്ന 5ാമത് കുടുംബശ്രീ അരങ്ങ് സർഗോത്സവത്തിന് പ്രൗഢഗംഭീരമായ പരിസമാപ്തി. സമാപന സമ്മേളനം മന്ത്രി MP രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. അരങ്ങ് സർഗോത്സവങ്ങളിലൂടെ അയൽക്കൂട്ട വനിതകളുടെ സാംസ്കാരിക ശാക്തീകരണമാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സാമൂഹികവും രാഷ്ട്രീയവുമായ വികാസത്തിനൊപ്പം സ്ത്രീകളുടെ സർഗാത്മകത വളർത്തുന്നതിനും സാംസ്കാരിക ശാക്തീകരണത്തിനും അവസരമൊരുക്കിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ശാക്തീകരണ വനിതാ പ്രസ്ഥാനമായി കുടുംബശ്രീ വളരുകയാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. 3500-ലേറെ കലാകാരികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുത്തത്. ഓക്സിലറി ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള യുവതികൾക്കായി പ്രത്യേകമായി മത്സരങ്ങൾ സംഘടിപ്പിക്കാനും ഈ വർഷം കഴിഞ്ഞു. ഗ്രാമീണ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച അവിസ്മരണീയ സർഗവിരുന്നായി പിലിക്കോട് കലോത്സവം മാറിയെന്ന് പറഞ്ഞ മന്ത്രി സർഗോത്സവത്തിൽ പങ്കെടുത്തവരെയും കലോത്സവം വിജയിപ്പിക്കാൻ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചു. 209 പോയിന്റുകളുമായി തുടർച്ചയായി 5ാം വട്ടവും ഓവറോൾ ചാമ്പ്യന്മാരായ കാസർഗോഡ് ജില്ലയ്ക്കുള്ള എവർ റോളിംഗ് ട്രോഫി M രാജഗോപാലൻ MLA സമ്മാനിച്ചു. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് കാസർഗോഡിന് സമ്മാനിച്ചു. 185 പോയിന്റുമായി 2ാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ബേബി ബാലകൃഷ്ണൻ, ജാഫർ മാലിക് എന്നിവർ സംയുക്തമായി സമ്മാനിച്ചു. 96 പോയിന്റുകളുമായി 3ാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലയ്ക്ക് PP ദിവ്യ ട്രോഫി സമ്മാനിച്ചു. അരങ്ങ് സർഗോത്സവത്തിന്റെ ഭാഗമായി രൂപീകരിച്ച വിവിധ കമ്മിറ്റികളെയും പിലിക്കോട് CDSനെയും മത്സരവേദിയായ വിവിധ സ്കൂളുകളെയും വേദിയിൽ വെച്ച് ആദരിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് സ്വാഗതം പറഞ്ഞു. മലപ്പുറം ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ മാതൃകം മാസിക ജില്ലാതല അരങ്ങ് പ്രത്യേക പതിപ്പിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം PK സൈനബ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ വിശിഷ്ടാതിഥികളായി. കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തികൾ, വിവിധ പഞ്ചായത്ത് ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ CH ഇക്ബാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. പണിക്കൂലി കുറവെന്ന് പറഞ്ഞ പിന്നെ വേറെ എന്നാ നോക്കണ്ട മേഡം. നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മളെ ജ്വല്ലറിക്കുള്ളൂ. അത് ശരിയാന്ന്. വായി തോന്നിയ പോലെ ഒരാള് പണിക്കൂലി പറയുന്നത്. അതെ 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 മോളാന്ന്. കല്യാണപ്പുണ്ട്. മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരും. അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ? ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ. ഓഹോ, അതിന് പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ, മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അല്ല ചേച്ചി, പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ, സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെ. സന്തോഷം. കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്. മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വില.